ജോലി ചെയ്തതിന്റെ പ്രതിഫലം നൽകിയില്ല എന്നാരോപിച്ച് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെ കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ. മാത്രമല്ല, സംവിധായകനിൽ നിന്ന് തനിക്ക് മോശം പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നതെന്നും ലിജി പ്രേമൻ പറയുന്നു. രതീഷിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിൽ ലിജി പ്രേമൻ ജോലി ചെയ്തിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ക്രെഡിറ്റ് ലൈനിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച പ്രതിഫലം തന്നില്ല എന്നും ലിജി ആരോപിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനറായ ലിജി പ്രേമൻ. രതീഷിൽ നിന്നും കടുത്ത കളിയാക്കലും അപമാനവും താൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ലിജി കൂട്ടിച്ചേർത്തു. 35 ദിവസത്തെ വർക്കുണ്ടാകുമെന്ന് പറഞ്ഞാണ് രതീഷ് തന്നെ സിനിമയ്ക്കായി സമീപിച്ചതെന്നും ലിജി പറയുന്നുണ്ട്. 2.25 ലക്ഷം രൂപയായിരുന്നു പ്രതിഫലമായി താൻ ചോദിച്ചത്. 1 ലക്ഷം രൂപ മുൻകൂറായി തന്നുവെന്നും ലിജി വ്യക്തമാക്കുന്നു. പ്രീ പ്രൊഡക്ഷനും ഷൂട്ടിംഗും അടക്കം 110 ദിവസമാണ് താൻ ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തതെന്നും പ്രീ പ്രൊഡക്ഷൻ സമയത്തും തനിക്ക് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൽ നിന്നും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും തന്നോട് തുടരാൻ പ്രൊഡക്ഷൻ ടീം ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ലിജി പ്രേമൻ പറയുന്നു. സംവിധായകന്റെ ഈഗോയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും വേലക്കാരിയോട് പെരുമാറുന്ന പോലെയാണ് അദ്ദേഹം തന്നോട് പെരുമാറിയിരുന്നതെന്നും ലിജി കൂട്ടിച്ചേർത്തു. വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയായിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ പെരുമാറ്റം. അങ്ങനെയാണ് താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്നും പിന്മാറിയത്. അപ്പോഴേക്കും ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ കോസ്റ്റ്യൂമും തയ്യാറാക്കിയിരുന്നുവെന്നും സിനിമയുടെ ക്രെഡിറ്റിൽ തന്റെ പേര് വെക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഫെഫ്കയിൽ താൻ പരാതി നൽകുകയും ചെയ്തിരുന്നുവെന്നും ലിജി പറഞ്ഞു. റിലീസിന് മുൻപ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെന്നും അങ്ങനെ തന്റെ പേര് ക്രെഡിറ്റിൽ വെക്കാമെന്ന് ഉറപ്പ് അവിടെ വെച്ച് നൽകിയതാണെന്നും ലിജി പറയുന്നു. നിർമ്മാതാക്കൾക്ക് പേര് വെക്കുന്നതിൽ പ്രശ്നമില്ലായിരുന്നുവെന്നും എന്നാൽ സംവിധായകന്റെ പിടിവാശി കാരണമാണ് തന്റെ പേര് ഒഴിവാക്കിയതെന്നുമാണ് ലിജിയുടെ ആരോപണം. സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ക്രെഡിറ്റ് ലൈനിൽ അസിസ്റ്റന്റ് എന്ന ലേബലിലാണ് തന്റെ പേര് വന്നതെന്നും കോസ്റ്റ്യൂം ഡിസൈനറുടെ ക്രെഡിറ്റിൽ മറ്റൊരാളുടെ പേരാണ് നൽകിയതെന്നും ലിജി പറഞ്ഞു. ഇതോടെയാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ ലിജി തീരുമാനിച്ചത്. ഒരു സിനിമാ സെറ്റിലും ആർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുതെന്നും അതുകൊണ്ട് സംവിധായകനെതിരെയാണ് താൻ കേസ് കൊടുത്തതെന്നും ലിജി വ്യക്തമാക്കി. സെറ്റിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലാണ് രതീഷ് സംസാരിക്കുകയെന്നും തന്നോട് മാത്രമല്ല മറ്റു ചിലരോടും ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെന്നും ലിജി ആരോപിക്കുന്നു. തന്റെ പ്രതിഫലത്തിൽ ഇനിയും 75,000 രൂപ കിട്ടാനുണ്ട്. താൻ നേരിടേണ്ടി വന്ന മാനസിക സംഘർഷത്തിന് നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നും ലിജി പ്രേമൻ വ്യക്തമാക്കി. സംവിധായകന്റെ നിർമ്മാതാക്കളുടെ നടപടി മൂലം തനിക്ക് മാനസിക വിഷമമുണ്ടായെന്നും അതുകൊണ്ട് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. അതേസമയം എന്നാൽ താൻ കേസുകൊണ്ട് എന്ന ചിത്രത്തിലെ 2 കഥാപാത്രങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. രാജേഷ് മാധവനും ചിത്ര നായരുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. മെയ് 16-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. സിബിൻ ഊരാളുകണ്ടിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത്. ഡോൺ വിൻസെന്റിന്റേതാണ് സംഗീതം. സിൽവർ ബേ സ്റ്റുഡിയോ, സിൽവർ ബ്രോമൈഡ് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ മാനുവൽ ജോസഫ്, അജിത് അലാപ്പിളി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.